സലീമേട്ടനെ നയിക്കുന്ന ഒരു ഫാക്ടർ ഇപ്പൊ അതെ ചേച്ചിയാണ്. അതെ അതെ ചേച്ചി പറയുന്ന ആ ഒരു സമയത്ത് ഫുഡ് കഴിക്കണം. അതെ എനിക്ക് തോന്നുന്നു നമ്മളൊരു പ്രായമാകുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു അമ്മയുടെ സ്ഥാനത്തും കൂടെ അവര് അതെ അതെ സലീമേട്ടൻ പറഞ്ഞാല് അതാണ് 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 നമ്മൾ കൊച്ചുകുട്ടികൾ. ഞാനിത് കേട്ടു, സലീമേട്ടന്റെ ഡ്രസ്സൊക്കെ മാറി വരുന്നു, ഡ്രസ്സ് ചേച്ചി അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ എല്ലാം മാറി കൊച്ചൊരു മിടുക്കം പയ്യനെ പോലെ വന്ന് ഇവിടെ ഇരുന്നു. ചേച്ചി കൊണ്ടാക്കി. ആ കിൻഡർ ഗാർഡൻസിലൊക്കെ നമ്മൾ കുഞ്ഞു കുട്ടികളെയൊക്കെ കൊണ്ടുവിടുന്ന പോലെ ഇവിടെ കൊണ്ടാക്കി. ചേച്ചി ഒന്ന് പോയിട്ട് തിരിച്ചു വന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇപ്പം ടൈം സലീമേട്ടൻ സ്പെൻഡ് ചെയ്യുന്നത് ചേച്ചിയായിട്ടാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷം സലീമേട്ടൻ ഓട്ടത്തിലൊക്കെ ആയപ്പോൾ ആ ഒരു ടൈം ഒന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ കണക്കൂടെ തീർത്തുകൊണ്ട് ഇപ്പം സ്പെൻഡ് അതിൻ്റെ കുഴപ്പങ്ങളുണ്ട്. പിന്നെ എനിക്കിപ്പോൾ ഇവിളില്ലാണ്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഗൾഫിലൊരു ഷോ പറഞ്ഞു. എവിടെയാണ്? നമ്മുടെ ഖത്തർ. ഖത്തർ. അവരോട് ഫസ്റ്റ് ഞാൻ പറഞ്ഞത് പൈസ ഒന്നുമല്ല, എനിക്കൊരു ടിക്കറ്റ് കൂടി വേണം, 2 ടിക്കറ്റ് വേണം. അപ്പോൾ എന്നെ മാറ്റണമെങ്കിൽ മാറ്റാൻ വേണ്ടി തന്നെയാണ്. കാരണം ഒരു 2 ടിക്കറ്റിന് നല്ല പൈസയും ബിസിനസ് ക്ലാസ്സിന്. അപ്പോൾ അവരൊന്ന് തരാമെന്ന് പറഞ്ഞ ടിക്കറ്റ് ഓക്കെ. എന്നിട്ടാണ് പിന്നെ പൈസയുടെ ചർച്ചകളിലേക്ക് ഇറക്കുന്നത്. കാരണം എനിക്ക് എൻ്റെ ഓരോ ദിവസങ്ങളും ചാർട്ട് ചെയ്യാൻ പറ്റില്ല ഇവിളില്ലാണ്ട്. ഇപ്പോൾ നമ്മളൊരു ധൈര്യമായി മാറിയത് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ കല്യാണം കഴിക്കാൻ മടിക്കുന്നവരുണ്ട്, കല്യാണം വേണ്ട എന്ന് പറയുന്നവരുണ്ട്. അവരോട് എന്തായിരിക്കും സലീമേട്ടൻ പറയാ? ഒരിക്കലും പാടില്ല. ഈ എണ എന്ന് പറയുന്നത് വേണം, അതൊരു തുണയാണ്. എണയൊന്നും മസ്റ്റാണ്. ഇപ്പോൾ പ്രകൃതിയിലേക്ക് നോക്കാം, എണയില്ലാത്ത ഒരു ജീവിയില്ല. പ്രകൃതിയിൽ ചില ജീവികൾ എണയില്ലാണ്ട് കിടക്കണം, നമുക്ക് പറയാം ഇത് കറക്റ്റാണ്, നമുക്ക് എണ ജീവിതത്തിൽ വേണ്ട എന്നുള്ളത്. അവർ കറക്റ്റ് സമയം പോകുമ്പോൾ ഒരു എണ ഉണ്ടാവും അവിടെ, എന്നാലേ ലോകം മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ എണ വേണം. എണ ഇല്ലാത്ത എന്ത് ഇതിനോടും നമ്മൾ എതിര് തന്നെയാണ്. കല്യാണം മസ്റ്റാണ്. മസ്റ്റാണ്. കാരണം ഇപ്പൊ ആ ഒരു ചിന്താഗതിയൊക്കെ മാറി വന്നു. ഒരു ലിവ് ഇൻ റിലേഷൻ ഒരു 3-4 വർഷം ഒരാളുമായിട്ട് സ്പെൻഡ് ചെയ്യുക, പിന്നെ അത് കഴിഞ്ഞ് വേറൊരാളുമായിട്ട് നമ്മൾ ലിവ് ഇൻ റിലേഷൻസ് കണ്ടിന്യൂ ചെയ്യുക. അതിലൊന്നും ഒറ്റ ഒരാൾ, വൺ സിംഗിൾ പാർട്ട്ണർ. നമ്മൾ ഏറ്റവും അവസാനം എല്ലാത്തിനും കണക്ക് പറയേണ്ടി വരും. ഇതൊക്കെ മാറും. ഈ മീരയല്ല വൃദ്ധയായ മീരക്ക് വേറൊരു രൂപവും ഭാവവും ഒക്കെ ഉണ്ട്, അവസ്ഥയുണ്ട്. അവിടെ ഇതൊന്നും അഭ്യാസം നടക്കൂല, നമ്മളറിയാത്തവരായിക്കുള്ളൂ കൂടുതൽ. ഇപ്പോൾ തന്നെ നമ്മുടെ സിനിമകളൊക്കെ പഴയതായി തുടങ്ങി. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സ്ഥിതി? ആണ്. സലീമേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഗ്രാമഫോൺ എന്ന സിനിമയിൽ ഒരു പാട്ട് സീൻ ഒരു ദിവസം സലീമേട്ടൻ രാത്രി ഇരുന്ന് വീട്ടിൽ ഇരുന്ന് കാണുമ്പോൾ എന്തേ ഇന്നും വന്നില്ല എന്ന് പറയുന്ന മുരളിച്ചേട്ടനും ഒടുവിൽ സാറും എല്ലാവരും, സലീമേട്ടൻ മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് ആ പാട്ടിൽ, ബാക്കി എല്ലാം ഒരു നിമിഷം സലീമേട്ടൻ ഒന്നിങ്ങനെ സ്കാറ്റേഡ് ആയി പോയി എന്ന് പറയുന്ന ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടു. ഞാനും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്ന് കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. അല്ലാണ്ട് ഞാൻ സ്റ്റഡി അല്ല. അവിടെ സ്റ്റഡി ആണെങ്കിലേ എനിക്ക് സങ്കടപ്പെടാതിരിക്കാൻ പറ്റുള്ളൂ. ഞാൻ സ്റ്റഡി അല്ല, ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു അടുത്ത റൗണ്ടിന് വേണ്ടിയിട്ട്. ഞാൻ പേടിച്ചു പോയി ഞാൻ ആ പാട്ട് കണ്ടിട്ട്. എന്തേ ഇങ്ങ് മുണ്ടി ആ പാട്ടില്ലേ, ഗ്രാമഫോണിലെ പാട്ട്. അവരെയൊക്കെ ഒരു ഓർമ്മ പെട്ടെന്ന് നമുക്ക് കയറി വരും അല്ലേ സാർ? ഓയ്യോ, ഞാൻ അപ്പം തന്നെ അടിച്ചു കളയോ സംഭവം. കാണത്തില്ല. ഇല്ല, കാണാൻ പറ്റില്ല എനിക്ക്. ഈ സിനിമാ നടന്മാർക്ക് അങ്ങനെ ഒരു സംഭവമുണ്ട്, ചത്താലും ചാവില്ല. അങ്ങനെ സംഭവങ്ങളുണ്ട്. ഇവർ ബന്ധുക്കളൊക്കെ ഇങ്ങനെ അത് നല്ലതാണെന്ന് പറയും, പക്ഷേ അങ്ങനെ എല്ലാം നല്ലതല്ല. മരിച്ചങ്ങോട്ട് പോകണം അങ്ങോട്ട്, പിന്നെ അതിൻ്റെ ഘടകങ്ങളൊന്നും ബാക്കി വെക്കരുത്. ഇതല്ലല്ലോ, അവരപ്പോഴും ചാടിത്തുള്ളി കിടക്കുകയാണ് സിനിമ നടന്മാർ. പിന്നെ സുന്റേട്ടൻ മരിച്ചു പോയെന്ന് വെച്ചാലും അദ്ദേഹത്തിൻ്റെ ഹ്യൂമറൊക്കെ ഇങ്ങനെ വീട്ടുകാർക്കൊരു പരിധി വരെ ഇല്ലേ അതൊക്കെ സഹിക്കാൻ പറ്റുള്ളൂ. നമുക്ക് വേണു ചേട്ടൻ, അതെ still they are on with us. അതെ 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 ഒന്നും മാറിയിട്ടില്ല. പണ്ട് സീമ ചേച്ചിയൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, ഈ ജയേട്ടനായിട്ടുള്ള ഒന്നും കാണത്തില്ല, നസീർ സാറിന്റെ ഒരു സാധനവും കാണത്തില്ല, നമുക്ക് ഈ ഓർമ്മകൾ പെട്ടെന്നേക്ക് കയറി വരും. അല്ല, എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് സലീമേട്ടനായിട്ട് ഇങ്ങനെ നിന്നത് നമ്മൾ ഏറ്റവും ഇമ്പാക്ട് ചെയ്ത ഒരു വേർപാട്, സലീമേട്ടൻ ഏറ്റവും പേഴ്സണലി നമ്മൾ വേറൊരു ലെവലിലേക്ക് കൊണ്ടുവരും ഇമ്പാക്ട് ചെയ്തൊരു വേർപാട് ആരുടെ ആയിരിക്കും സലീമേട്ടൻ? അത്രയും അത് ആരുടെ ആയിരിക്കും? ഒരാളെന്നല്ല, എന്നാലും ഞെട്ടിപ്പോയത് പ്രതീക്ഷിക്കാത്തൊരു മൊമെന്റിൽ കയറി നമ്മൾ അടിച്ചു കളയും എന്ന് പറയും, നമ്മളങ്ങ് വീഴ്ത്തി കളയും എന്ന് പറയും, ചിലവരുടെ ഒരു ആബ്സെൻസ് എന്ന് പറയുന്ന അത് സലീമേട്ടന് ഫീൽ ചെയ്തത് മണിയായിരിക്കും. മണിയുടെ മരണം പ്രതീക്ഷിക്കാത്ത ഉണ്ടായിരുന്നെങ്കിൽ പോലും അങ്ങനെ പെട്ടെന്ന് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ മണിയുടെ കയ്യിലിരിപ്പുണ്ടായിരുന്നു കുറച്ച്, അവൻ ഡോക്ടറെ കണ്ട് ചികിത്സിച്ചിരുന്നില്ല.
അപ്പോൾ ഡോക്ടർ എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ മണ്ണോടൊന്ന് വന്ന് ട്രീറ്റ് ചെയ്യാൻ പറ. എനിക്ക് വന്ന അതേ അസുഖം തന്നെയാണ് അവന് വന്നത്. സിമ്പിളായിട്ട് മാറ്റായിരുന്നത്. അപ്പം പേടിച്ചിട്ട് അത് കൊണ്ടു നടന്നു ഇങ്ങനെ അപ്പോഴും സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ചെയ്തിരിക്കണം. അവൻ കസേരയിലിരുന്ന് തന്നെ ഷോ ചെയ്യുന്ന പറയണ. ആണ്. ആ അതിന് ജസ്റ്റ് 1 മന്ത് മുമ്പ് വളരെ ത്രൂ ഔട്ട് ഒരു 2 hours പ്രോഗ്രാം ഞാനും മനുഷ്യനും ചെയ്തിട്ടുണ്ടായിരുന്നു ആലപ്പുഴയില്. അന്നും ഈ ജനങ്ങളുടെ അപ്പോഴും നമ്മൾ അറിയുന്നില്ല. അല്ല, ഇത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല മണി എനിക്ക് അസുഖം ഉണ്ടെന്നുള്ള കാര്യം. അതായിരുന്നു ഏറ്റവും വലിയ അത് ജനങ്ങൾ എന്ത് വിചാരിക്കും, അറിഞ്ഞു കഴിഞ്ഞാൽ സിനിമാക്കാരെന്ത് വിചാരിക്കും, സിനിമയില്ലാണ്ടായി പോവും, ഔട്ടായി പോകും എന്നൊക്കെ പറഞ്ഞാൽ തെറ്റായൊരു ധാരണ ഉണ്ടല്ലോ. അതായിരിക്കും മണിന്. അല്ലെങ്കിൽ ഈ മണി അത് യാഥാർത്ഥ്യത്തിൻ്റെ പാതകളിൽ പോയിട്ടുണ്ടെങ്കിൽ അത് മണി ഇന്നും ജീവിച്ചിട്ടുണ്ട് ആൾ തന്നെയാണ്. അല്ല, അന്ന് ഞങ്ങളും ഈ പറഞ്ഞ പോലെ മണിച്ചേട്ടൻ ഇടയ്ക്ക് ഒന്നൊന്ന് റെസ്റ്റ് എടുക്കും. സാധാരണ റെസ്റ്റ് എടുപ്പില്ല. ത്രൂ ഔട്ട് 3 മണിക്കൂറെങ്കിൽ 3 മണിക്കൂർ നിന്ന് കളയും. അന്നൊന്ന് റെസ്റ്റ് എടുത്തു, അത്രയേ ഉള്ളൂ. എപ്പോഴും ഇതൊന്നും ഈ പറഞ്ഞ റിവീൽ ചെയ്യുന്നില്ല, മെഡിസിൻ ഒന്നും പറയുന്നില്ല. അപ്പം ഞങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെയാണ് വലിയൊരു ഇമ്പാക്ട്. സോ സലീമേട്ടൻ്റെ ഓർമ്മകളിലൂടെ നമ്മളിങ്ങനെ പോവുകയാണ്. ഒന്ന് വീഡിയോകളിലേക്ക് ഒന്ന് നോക്കാനായിട്ട് ഒന്ന് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ആ അന്നത്തെ ഫ്രീക്കാണ്. ഇപ്പോഴും എൻ്റെ ജനറേഷൻ അറിയുന്ന ആദ്യത്തെ ഫ്രീക്ക് പാട്ട് മലയാളത്തിൽ ഇതാണ്. അതിലെ നായകൻ സലീമേട്ടനുമാണ്. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത. ഞങ്ങൾ ഞെട്ടിപ്പോയി. അമ്മ ഇപ്പോഴും ഞങ്ങൾക്കറിയാം, സപ്ലിക തീർത്തൊരു കൊട്ടാരത്തിൽ മുന്നിൽ പഠിച്ചു. അയ്യോ, ആ ലൊക്കേഷനൊക്കെ ഓർമ്മയുണ്ട്. ലൊക്കേഷൻ നമ്മുടെ കാക്കനാട് നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ പാലൊക്കെ കയറി അതിൻ്റെ ഇപ്പുറത്ത് ഒരു സ്റ്റുഡിയോയിലായിരുന്നു ഷൂട്ടിങ്. ആ പക്ഷെ ഭയങ്കര രസമുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു യാത്രയുടെ കാര്യം പറയുമ്പോഴും ഒരു രാത്രി ആണ് ഷൂട്ടിങ്. ഒരു രാത്രി ഉണ്ട് തീർച്ചയായിട്ടും. ഒരു 4-5 മണിക്ക് തുടങ്ങി വൈകിട്ട്. ആ എന്നിട്ട് രാവിലെ ആയപ്പോൾ പാക്കപ്പ് ആയി. ആ ഭയങ്കര ഹിറ്റായിരുന്നു, ഭയങ്കര വൈറലായിരുന്നു അന്നത്തെ എനിക്കിട്ട് ഓടി നടക്കുകയാണ് ഞാൻ ആ സമയത്ത്. ഇതാണ് പാട്ടാണ്.